അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ് കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേനും ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെപ്രാളം പിടിക്കേണ്ടി വരും. ഞാനതുകൊണ്ട് അടുക്കളയെല്ലാം ഒന്ന് ക്ലീൻ ആക്കുക കേട്ടോ. അടുക്കളയുടെ അവിടെ അടുപ്പും എല്ലാം ഒന്ന് ക്ലീനാക്കി കുറച്ച് തീ കത്തിച്ചതിൻ്റെ ചാമ്പലും എല്ലാം കിടപ്പുണ്ടായിരുന്നേ. അതെല്ലാം ഒന്ന് തൂത്തു വാരിയിട്ട് മാറ്റി അങ്ങോട്ട് വെക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് ചെടിയുടെ മൂട്ടിൽ ഇപ്പോൾ ഇടുന്നില്ല. ഇത് ചാമ്പൽ ചെടിയുടെ മൂട്ടിലും കറിവേപ്പിനും ഒക്കെ ഇടാനായിട്ടാട്ടോ വീട്ടിൽ അമ്മ ഇതെടുക്കുന്നത്. തേയിലക്കൊന്തും ഒക്കെ എടുത്ത് വയ്ക്കും കേട്ടോ ഇതിനെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. ഉള്ളിത്തൊലി, തേയിലക്കൊന്ത്, പഴത്തൊലി ഇതെല്ലാം എടുക്കും കേട്ടോ. അങ്ങനെ അടുപ്പിൻ്റെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി, ഗ്യാസിൻ്റെ അവിടെയും അടുക്കള ഫുള്ള് എടുത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കി. പിന്നെ അച്ഛന് കഴിക്കാനുള്ള ഉച്ചക്കലത്തേനുള്ളതും മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഫ്രിഡ്ജിലൊക്കെ വെക്കാനുള്ളതെല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് പോവാം കേട്ടോ. ഇനിയിപ്പം അമ്മയ്ക്ക് കൈ ഒന്ന് ശരിയായിട്ടേ അമ്മ ഇനി തിരിച്ചു വരുന്നുള്ളൂ. അതുവരെ അവിടെ നിൽക്കാനാട്ടോ. അപ്പം കുറേ ദിവസമായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നിനി തിരിച്ചു പോകണം. അപ്പം നല്ല മഴയും കൂടാണ് കേട്ടോ. പോകുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും മഴയൊന്ന് തോർന്ന് നിൽക്കുന്ന സമയത്തിനാട്ടോ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇനിയിപ്പോൾ കൊണ്ടുപോകാനായിട്ട് ഒരു 1-2 മൂട് ചീനി എടുക്കണം. ചീനി ഇനി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നീലൂസിനും ചെറിയൊരു പനിയുടെ ഇത് മാറിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് അവനുള്ളിലുണ്ട് പനി, കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ചീനി പിഴുത് നോക്കും കേട്ടോ. പിഴുത് വെക്കുകയെങ്കിലും ചെയ്യണം, ഫ്രിഡ്ജിലെങ്കിലും എടുത്ത് വെച്ചേക്കണം. കാരണം ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ പന്നി ഇതിവിടെ ഇങ്ങനെ നിർത്തിയേക്കത്തില്ല. എല്ലാം പന്നി കൊണ്ടുപോകത്തേ ഉള്ളൂ കേട്ടോ. കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് ചീനി പിഴുതിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എടുത്ത് വെച്ചിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയുണ്ട്, അത് മതി, നമുക്ക് ധാരാളം കേട്ടോ. ഇത് തന്നെ ധാരാളമാണ്. നമുക്ക് ആവശ്യത്തിന് എടുക്കാനായിട്ട് കിട്ടുമല്ലോ. കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കണ്ടല്ലോ. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കൃഷി ചെയ്യുന്നത്, ചീനി ഇങ്ങനെ നട്ട് വയ്ക്കുന്നത് അമ്മയച്ഛനും കൂടെ. അങ്ങനെ അതെല്ലാം പിഴുതിട്ട് ഇനിയിപ്പോൾ അത് കഴുകണം കേട്ടോ. നല്ല മണ്ണുണ്ട്, മണ്ണ് ഇളകി കിടക്കുക കേട്ടോ. മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് മണ്ണ് ഇളകി കിടക്കുക. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പിഴുതെടുക്കാനായിട്ട് പറ്റിയേ. അങ്ങനെ അത് കഴുകിയിട്ട് ഇനി പാക്ക് ചെയ്യണം. ഞാൻ പാക്ക് ചെയ്യാൻ നേരം എല്ലാം കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നേ. ചീനിക്ക് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ 1-2 ചീനി എടുത്ത് ആ നീളമുള്ള ചീനി വരെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അതിനാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട്. നീലൂസ് നടക്കുമായിരുന്നെങ്കിലും, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു കൈ എന്താ പറയുക, കൈക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിലും എങ്ങനെങ്കിലും കൊണ്ടുപോകാമായിരുന്നു. സാധനം ഞാൻ എടുത്തിട്ട് നീലൂസിനെ അമ്മ കയ്യിൽ പിടിച്ചാൽ മതിയായിരുന്നു ബസ്സിലൊക്കെ കയറുമ്പം. പക്ഷേ ഇതൊട്ടും പറ്റത്തില്ല കേട്ടോ. സാധനവും ഞാൻ എടുക്കണം, നീലൂസിനെയും പിടിക്കണം. ഇനി അവൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും പെട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു 2-3 വലിയ ചീനികൾ മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ അടിയിലോട്ട് അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിനകത്ത് അവിടെ ഇരുന്നിട്ട് പിന്നെ കാണാം അമ്മ വരുമ്പോൾ എടുക്കുമോ, ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു വിഷമത്തോടെ ഞാൻ പോയി കേട്ടോ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഒരു നേരത്തേന് നമുക്ക് വേവിച്ചാണെങ്കിലും അല്ലെങ്കിൽ പുഴുങ്ങിയാണെങ്കിലും കഴിക്കാനായിട്ട് ഉള്ളതുണ്ട് കേട്ടോ. ആ ഒരു സമാധാനത്തെ വീട്ടിൽ ചെന്നിട്ട് ചീനി കുഴച്ച് മീൻകറി ചേട്ടായി വെച്ച മീൻകറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ചൂടാക്കി വെച്ചിട്ടാണ് ചേട്ടായിക്ക് ജോലിക്ക് പോയത്. അങ്ങനെ അതും എടുത്ത് ചീനിയും വേവിച്ച് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ പ്ലാനിങ് മാറ്റി. അമ്മയ്ക്കും നീലൂസിനും പനിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. പൊടിയരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പൊടിയരിയും ചെറുപയറും കൂടെ ഒരുമിച്ചിട്ടിട്ട് കുക്കറിലിട്ട് 2-3 വിസിലടുപ്പിച്ച് അങ്ങ് എടുത്തു കേട്ടോ. അപ്പോഴത്തേനും കഞ്ഞിയും റെഡിയായി. അങ്ങനെ കഞ്ഞിയും അച്ചാറും കൂട്ടി ഞങ്ങൾ 3 പേരും കൂടെ കുടിച്ചു. ചീനി അങ്ങനെ തന്നെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിലത്തേനോ നാളത്തേനോ അങ്ങനെ പിറ്റേ ദിവസത്തേനോ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ പന്നിയെ പേടിച്ചിട്ടാട്ടോ ഇപ്പോഴേ ഇങ്ങനെ പിഴുത് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. പിന്നെ നമുക്ക് ഓണത്തിന് വരുമ്പോഴോ അല്ലെങ്കിൽ അമ്മ വരുമ്പോഴത്തേനോ കുറച്ച് എടുത്ത് പുഴുങ്ങി തിന്നോ വേവിച്ച് തിന്നോ ഒക്കെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ പന്നീനെ പേടിച്ചിട്ടാട്ടോ ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. 3-4 മൂട് ചീനി പന്നി കൊണ്ടുപോയിട്ടുണ്ട്. കുത്തി ഇളക്കി അതെല്ലാം വലിച്ച് വരെ കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങനെ വലിച്ച് കൊണ്ടുപോകുന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയപ്പോൾ അങ്ങ് അറ്റത്തൊക്കെ ചീനിക്കമ്പൊക്കെ പിഴുത് അങ്ങനെ കൊണ്ടിട്ടേക്കുന്നു. അങ്ങനെ ഞാൻ റെഡിയായിട്ട് നല്ല രീതിയിൽ മഴക്കോളുണ്ട് കേട്ടോ.
ആകാശം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല മഴക്കോളുണ്ട്. അപ്പോൾ ആ മഴ പെയ്യുന്നതിന് മുമ്പ് ഈ വയലിൻ്റെ ഇവിടോട്ടൊക്കെ വന്ന് നിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ. ഞാൻ വന്നിട്ട് ഇങ്ങോട്ടൊന്നും വരാനായിട്ട് എനിക്ക് സമയവും കിട്ടിയിട്ടില്ല, മഴയും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടോട്ട് വന്ന് നിന്നൊരു വീഡിയോ മഴയ്ക്ക് മുന്നേ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഈ മഴ പെയ്ത് തോർന്നിട്ടേ ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ മഴ പെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി പകുതി എത്തുമ്പോഴെങ്ങാനും മഴ പെയ്താൽ പെട്ടുപോകും. ഒന്നാമത് 2 പേർക്കും പനിയാണ്. അപ്പോൾ ഇനി അങ്ങ് ചെല്ലുമ്പോഴത്തേന് പനി ഇനി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു മഴയൊക്കെ തോർന്ന് സമാധാനത്തോടെ ഇറങ്ങാമെന്ന്. ഇത് കണ്ടില്ലേ, പന്നി ഇങ്ങനെ മാന്തി ഇട്ടേക്കുന്നതാട്ടോ. ഏതിനാന്നൊന്നും അറിയത്തില്ല, തീറ്റയ്ക്കായിരിക്കും. ഇങ്ങനെ എന്തിനേലും കണ്ടിട്ട് അവിടെ ഇട്ട് മാന്തി അങ്ങ് പോകുന്നതായിരിക്കും. ഇവിടെ മൊത്തം മണ്ണിളക്കി ഇട്ടേക്കും കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് പുല്ലിൻ്റെ ഒന്നും ശല്യം കാണത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ തോന്നിപ്പോവാട്ടോ. അങ്ങനെ അവിടെ എല്ലാം പന്നിയുടെ എന്താ പറയുക കേന്ദ്രമാണ്. ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട്, ഇത് പന്നിയല്ല ഇത് പട്ടിയാട്ടോ, പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട് പേടിയാണേ. അപ്പോൾ നീലൂസ് എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞ്, പിന്നെ അവിടെ തണുപ്പും ഞാൻ നിന്നെടുത്ത് നല്ല കൊതുകൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ എന്നെ നോക്കിക്കൊണ്ട്. അങ്ങനെ ഞങ്ങൾ മഴയെല്ലാം തോർന്നു കഴിഞ്ഞപ്പോഴത്തേനും നേരെ അടൂർ വന്നിട്ട് ട്രിവാൻഡ്രം ബസ്സിന്, സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് കയറി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇനി നമ്മുടെ തിരുവനന്തപുരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ ഓണത്തിനാണ് പത്തനംതിട്ടയിലോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീഡിയോ കാണുമ്പോഴേ ഒരു ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.